ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. പാല് പിഴിഞ്ഞിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് നമുക്ക് 2 മീഡിയം സൈസ് സബോള നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ 2 ടൊമാറ്റോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് മസാല വേണം. അത് നമുക്ക് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ പൊട്ടിക്കാനുള്ള മസാലകളാണ്. പെരിഞ്ജീരകം, 2 കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, 2 ഏലക്കായ, 3 ഗ്രാമ്പു. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുക്കാൽ കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ചട്ടി ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഉരുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ പൊട്ടിക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മസാലകളെല്ലാം ഇതിലേക്ക് ഇടാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ സബോളയും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കൂടി ഒരുമിച്ചിടാം. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഈ സബോളയൊക്കെ നന്നായി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് കേട്ടോ. മസാല ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. സബോളയൊക്കെ നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് എടുക്കുന്നത്. അധികം എരിവ് കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അത് 1 ടീസ്പൂൺ. പിന്നെ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്, അതൊരു 3/4 ടീസ്പൂൺ. പിന്നെ കുറച്ച് പെരിഞ്ജീരകമാണ് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നത്. അത് ഈ കറിയുടെ ടേസ്റ്റ് നന്നായി കൂട്ടും. അപ്പോൾ അതൊരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളി ചേർക്കാൻ പാടുള്ളൂ. തീയും കുറച്ച് വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ തീ വെക്കേണ്ടത്. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇനി തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ആഡ് ചെയ്യാം. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കിയിരുന്നത്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ ഇത് വെച്ചിട്ടുണ്ടാക്കിയതാണ്. അത് വെറുതെ നമ്മുടെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ പൗഡർ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലെ തേങ്ങാപ്പാൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. തിരക്കുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ തീ നന്നായിട്ട് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ചാൽ മതി. അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് തിളച്ച് പൊങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് കുറുതാക്കിയെടുക്കാം. ഭയങ്കരമായിട്ട് കുറുതാവേണ്ട ആവശ്യമൊന്നുമില്ല.
കുറച്ചായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മുട്ട നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ തേങ്ങാപ്പാലൊന്ന് കുറുതാക്കിയെടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പും കൂടി ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് കുറുതായി വന്നിട്ടുണ്ട്, തേങ്ങാപ്പാൽ നന്നായി കുറുതായി. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇപ്പോൾ 8 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഈ മുട്ട ഞാനൊന്ന് കത്തി വെച്ചിട്ട് ഒന്ന് 3 സൈഡ് ഒന്ന് വരഞ്ഞിട്ടുണ്ട് പതുക്കെ ഒന്ന്, അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് മല്ലിയില ആഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഈ മല്ലിയില ഇടുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. പിന്നെ അവസാനമായിട്ട് നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് ഒരു കുറച്ചും കൂടി ഇടാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് കറി ഓഫ് ചെയ്യാം. നമ്മുടെ നാടൻ സ്റ്റൈലുള്ള മുട്ടക്കറി അപ്പോൾ റെഡിയാവും. 2 മിനിറ്റ് കൂടി നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം, അതിന് ശേഷം ഇത് ഓഫ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതേ നമ്മുടെ നാടൻ സ്റ്റൈലുള്ള മുട്ടക്കറി ഇതേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മുട്ടക്കറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. താങ്ക് യു.